2025 മെയ് 1 പ്രധാന ദേശീയവും കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും ചുവടെ. പഹൽഗാം ഭീകരാക്രമണം. വിവിധ രാജ്യങ്ങളിലെ 20 ഉന്നതരായ നയതന്ത്രജ്ഞരെ ഇന്ത്യ വിളിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് അവരെ ബോധിപ്പിച്ചു. പാകിസ്ഥാന്റെ അക്രമം. ജമ്മു കാശ്മീരിലെ കുപ്വാര, ഉരി, അഗ്നൂർ മേഖലകളിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചു. ISI മേധാവി പുതിയ പദവിയിൽ. പാകിസ്ഥാന്റെ ISI മേധാവി ലഫ്. ജനറൽ മുഹമ്മദ് അസിം മാലിക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായി. പാകിസ്ഥാനിലെ ഹൈ അലർട്ട്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഹഫീസ് സീദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സൈന്യവും ഡ്രോണുകളും വിന്യസിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ നീക്കം. പാകിസ്ഥാന്റെ വിമാനങ്ങളുടെ സിഗ്നലുകൾ തടയാൻ ഇന്ത്യ ജാമിംഗ് സിസ്റ്റങ്ങൾ വിന്യസിച്ചു. യൂട്യൂബ് ചാനൽ നിരോധനം. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ISPR യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചു. ഐഫോൺ നിർമ്മാണം ഇന്ത്യയിൽ. ആപ്പിൾ കമ്പനിയുടെ ഐഫോണുകളുടെ 97.6% ഇന്ത്യയിൽ നിന്നും US-ലേക്ക് കയറ്റുമതി ചെയ്യുന്നു. കാസ്റ്റ് സെൻസസ് പ്രഖ്യാപനം. ഇന്ത്യൻ സർക്കാർ അടുത്ത ജനസംഖ്യാ സെൻസസിൽ ജാതി വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു. യുകെയിലെ കുടിയേറ്റം കുറവ്. യുകെയിലെ കുടിയേറ്റം 20% കുറയുമ്പോഴും ഇന്ത്യക്കാർ പഠനവും ജോലിയും സംബന്ധിച്ച വിസകളിൽ മുൻപന്തിയിൽ. രഞ്ജി ട്രോഫി സെമിഫൈനൽ. ഗുജറാത്ത് ശക്തമായ പ്രകടനത്തോടെ കേരളത്തെ നേരിടുന്നു. തൃശൂർ പൂരം ആരംഭം. തൃശൂർ പൂരം ഔപചാരികമായി കൊടിയേറ്റത്തോടെ ആരംഭിച്ചു. സാമ്പിൾ വെടിക്കെട്ട് മെയ് 4. മൈഗ്രന്റ് തൊഴിലാളികളുടെ അറസ്റ്റ്. കോഴിക്കോട്ടെ ഒരു പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ 2 മൈഗ്രന്റ് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. 10,000 സൈറ്റുകൾ. ഭാരതി എയർടെൽ കേരളത്തിലെ മുൻനിര ടെലികോം ഓപ്പറേറ്ററായി. 11,000-ത്തിലധികം സൈറ്റുകൾ. വിവാഹം, വധം. കേരളത്തിൽ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്തു. ഹൈബ്രിഡ് ഗാഞ്ച. മലയാളം സംവിധായകരടക്കം 3 പേരെ ഹൈബ്രിഡ് ഗാഞ്ച കൈവശം വെച്ചതിനായി അറസ്റ്റ് ചെയ്തു. ആൽസൈമർ രോഗിയുടെ ആക്രമണം. ആൽസൈമർ രോഗിയെ ആക്രമിച്ച ഹോം നഴ്സിനെ അറസ്റ്റ് ചെയ്തു. വിസിഞ്ചം തുറമുഖം. പ്രധാനമന്ത്രി നാളെ വിസിഞ്ചം തുറമുഖം ഉദ്ഘാടനം ചെയ്യും. സൂര്യയുടെ പുതിയ ചിത്രം. സൂര്യയുടെ റെട്രോ സിനിമയുടെ പ്രീ റിലീസ് ഇവന്റിൽ ആരാധകർക്ക് ശക്തമായ ആന്റി സ്മോക്കിംഗ് സന്ദേശം നൽകി. സ്ത്രീധനം. സ്ത്രീധനം സ്ത്രീയുടെ സ്വന്തം സ്വത്താണ്. രേഖകളില്ലെങ്കിലും കേരള ഹൈക്കോടതി വിധി. യുവാവിന്റെ മരണം. തിരുവനന്തപുരം ബൗണ്ട് ട്രെയിനിൽ ഒരു യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടുതൽ വിവരങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യ ടുഡേ, മാതൃഭൂമി, ഓൺമനോരമ, NDTV എന്നിവ സന്ദർശിക്കുക.